MMO പ്രൈവറ്റ് ഐ.ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് DC to DC കൺവേർട്ടർ പാർട്ട് 2. ഈ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്ന ഭാഗങ്ങൾ അഥവാ ടോപ്പിക്സ്: ബേസിക്സ് ഓഫ് ബക്ക് കൺവേർട്ടർ, ബേസിക് സർക്യൂട്ട് ഓഫ് ബക്ക് കൺവേർട്ടർ, മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, വർക്കിംഗ് ഓഫ് ദ ബക്ക് കൺവേർട്ടർ സർക്യൂട്ട്. അതായത് ബക്ക് കൺവേർട്ടറിൻ്റെ ബേസിക്സ്, അതിൻ്റെ സർക്യൂട്ട്, അതിൻ്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, അതിൻ്റെ വർക്കിംഗ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ബേസിക്സ് ഓഫ് ബക്ക് കൺവേർട്ടർ എന്താണെന്ന് നോക്കാം. ബേസിക്സ് ഓഫ് ബക്ക് കൺവേർട്ടർ. ദ ബക്ക് കൺവേർട്ടർ ഇസ് എ ഫോം ഓഫ് DC to DC കൺവേർട്ടർ. ബക്ക് കൺവേർട്ടർ ഒരു DC to DC കൺവേർട്ടർ തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ DC to DC കൺവേർട്ടർ അഥവാ ചോപ്പർ പഠിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ബക്ക് കൺവേർട്ടറും പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ബക്ക് കൺവേർട്ടർ ഇസ് എ ഫോം ഓഫ് DC to DC കൺവേർട്ടർ. ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ. ഇതെന്താണ്? ഒരു സ്റ്റെപ്പ് ഡൗൺ ചോപ്പറാണ്. ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജ് ഔട്ട്പുട്ടിൽ നമുക്ക് കുറഞ്ഞാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയും. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ. ഇറ്റ് ഈസ് യൂസ് ടു റെഡ്യൂസ് ദ ഇൻപുട്ട് വോൾട്ടേജ് ലെവൽ അറ്റ് ദ ഔട്ട്പുട്ട് സൈഡ്. അതെന്ത് യൂസ് ചെയ്യുക? ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് ലെവൽ ഔട്ട്പുട്ട് സൈഡ് അല്ലെങ്കിൽ ലോഡിൽ നമുക്ക് കുറഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബക്ക് കൺവേർട്ടർ യൂസ് ചെയ്യും. ഇറ്റ് യൂസ് ടു റെഡ്യൂസ് ദ ഇൻപുട്ട് വോൾട്ടേജ് ലെവൽ അറ്റ് ദ ഔട്ട്പുട്ട് സൈഡ് ഓർ അറ്റ് ലോഡ്. ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ബക്ക് കൺവേർട്ടർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട്? അതിൽ കാണിച്ചിരിക്കുന്നത് പോലെ വി ഔട്ട് ഈസ് ലെസ് ദാൻ വി ഇൻ. വി ഔട്ട് വി ഇന്നിനേക്കാൾ കുറവായിരിക്കും. വി എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ്, വി ഔട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കുറവായിരിക്കും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, വി ഇൻ ഈസ് ഗ്രേറ്റർ ദാൻ വി ഔട്ട് എന്നും പറയാം. അതായത് ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് എന്നും പറയാം. ഇനി ബക്ക് കൺവേർട്ടറിലേക്ക് നമുക്ക് ഇൻപുട്ട് രണ്ട് രീതിയിൽ കൊടുക്കാം. Buck converter can take an input directly from a DC source such as battery. The input could also be DC derived from the AC mains or line. അതായത് നമുക്ക് ബക്ക് കൺവേർട്ടറിലേക്ക് ഇൻപുട്ട് ഒന്നെങ്കിൽ ഒരു DC സോഴ്സ്, ബാറ്ററി പോലെയുള്ള ഒരു DC സോഴ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടും എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു AC മെയിൻസിൽ നിന്നുള്ള സപ്ലൈനെ നമുക്ക് DC ആക്കി മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ബക്ക് കൺവേർട്ടറിലേക്ക് ഇൻപുട്ടിലേക്ക് കൊടുക്കാം. എസിയിൽ നിന്ന് ഡിറൈവ് ചെയ്ത DC, അതായത് എസിനെ DC ആക്കി കൺവേർട്ട് ചെയ്ത് നമുക്ക് ബക്ക് കൺവേർട്ടറിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാം. അതിൻ്റെ ഫിഗർ താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ രണ്ട് രീതിയും കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ ഏതാണ്? AC സോഴ്സ്, അതിൽ നിന്ന് ഡയോഡ് റെക്ടിഫയറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. AC എന്താവും? ഡയോഡ് റെക്ടിഫയറിൻ്റെ ഔട്ടിലേക്ക് DC ആയി മാറും. ആ DC ബക്ക് കൺവേർട്ടറിലേക്ക് കൊടുത്തതായിട്ട് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ബക്ക് കൺവേർട്ടറിന് ഡയറക്റ്റായിട്ട് DC സോഴ്സിൽ നിന്ന് ഇൻപുട്ട് എടുക്കുന്നത്. അതായത് ബാറ്ററി കാണിച്ചിട്ടുണ്ട്. ആ ബാറ്ററിയിൽ നിന്ന് നേരിട്ട് DC ബക്ക് കൺവേർട്ടറിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബക്ക് കൺവേർട്ടറിലേക്ക് രണ്ട് രീതിയിൽ ഇൻപുട്ട് കൊടുക്കാം. ഒന്ന് DC സോഴ്സിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ AC മെയിൻസിൽ നിന്ന് ഡെറൈവ് ചെയ്ത് DCയും കൊടുക്കാം. അപ്പോൾ എന്താണ് ബക്ക് കൺവേർട്ടർ? ബക്ക് കൺവേർട്ടറിലെ ഇൻ ദിസ് ട്രാൻസിസ്റ്റർ കണ്ടിന്യൂലി സ്വിച്ചസ് ഓൺ ആൻഡ് ഓഫ് അറ്റ് ഹൈ ഫ്രീക്വൻസി. ഇതിലൊരു സ്വിച്ച് ഹൈ ഫ്രീക്വൻസി, അതായത് ഹൈ സ്പീഡിൽ ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ട്രാൻസിസ്റ്റർ കണ്ടിന്യൂസ്ലി ഓൺ ഓഫ് ഹൈ ഫ്രീക്വൻസിയിൽ ഓൺ ഓഫ് സ്വിച്ചിങ് ചെയ്യുന്നുണ്ട്. ബക്ക് കൺവേർട്ടർ ക്യാൻ ബി ഹൈലി എഫിഷ്യൻറ്റ്. ബക്ക് കൺവേർട്ടർ നമുക്ക് ഹൈലി എഫിഷ്യൻ്റ് ആണ്. മാത്രമല്ല വി ക്യാൻ മേക്ക് ഇഫക്റ്റീവ് SMPS ബൈ ബക്ക് കൺവേർട്ടർ. ബക്ക് കൺവേർട്ടർ ഉപയോഗിച്ച് നമുക്ക് ഇഫക്റ്റീവ് SMPS ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, ഇതിലെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബേസിക് സർക്യൂട്ട് ഓഫ് ബക്ക് കൺവേർട്ടർ. ബേസിക് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ബക്ക് കൺവേർട്ടറിൻ്റെ ബേസിക് സർക്യൂട്ടിൽ ആദ്യം വേണ്ടത് ഒരു സോഴ്സ്, ഇൻപുട്ട് സോഴ്സ്, DC വോൾട്ടേജ് സോഴ്സ്, പിന്നെ ഒരു ഹൈ സ്പീഡ് ട്രാൻസിസ്റ്റർ സ്വിച്ച്, പിന്നെ ഇൻഡക്ടർ L, കപ്പാസിറ്റർ C, അതിന് ക്രോസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാകും, പിന്നെ ഒരു ലോഡ്, പിന്നെ ഒരു ഫ്ലൈ വീലിംഗ് ഡയോഡ് FD. അപ്പോൾ ഇത്രയുമാണ് ഒരു ബക്ക് കൺവേർട്ടറിൽ ഉണ്ടാകുന്ന കമ്പോണൻസ്. അപ്പോൾ ഒരു ബക്ക് കൺവേർട്ടർ എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്? ബക്ക് കൺവേർട്ടർ കൺസിസ്റ്റ് ഓഫ് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ടുഗദർ വിത്ത് ദ ഫ്ലൈ വീൽ സർക്യൂട്ട്. അതായത് ഒരു ബക്ക് കൺവേർട്ടർ സർക്യൂട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഒരു സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ, ഇവിടെ കാണിച്ചിരിക്കുന്ന SW എന്ന് കാണിച്ചിരിക്കുന്ന സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ, ഇതാണ് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ. പിന്നെ
ഈ മൂന്നെണ്ണം ഇൻഡക്ടറും കപ്പാസിറ്ററും ഡയോഡും കൂടെ ഉൾപ്പെടുന്നതാണ് എന്ത്? ഫ്ലൈ വീലിംഗ് അല്ലെങ്കിൽ ഫ്ലൈ വീൽ സർക്യൂട്ട്. ഫ്ലൈ വീലിംഗ് ഡയോഡും ഇൻഡക്ടറും കപ്പാസിറ്ററും കൂടെ ഉൾപ്പെടുന്നതാണ് ഫ്ലൈ വീൽ സർക്യൂട്ട്. അപ്പോൾ ദ ബക്ക് കൺവെർട്ടർ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ദ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ആൻഡ് ഫ്ലൈ വീൽ സർക്യൂട്ട്. ഫ്ലൈ വീൽ സർക്യൂട്ട് ഇൻക്ലൂഡ്സ് ഫ്ലൈ വീലിംഗ് ഡയോഡ്, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷനിൻ്റെ വർക്കിംഗ് നോക്കാം. ഇവിടെ ഈ ഒരു കാര്യം കൂടെ, ഈ സ്വിച്ച് സീരീസ് ആയിട്ട് ലോഡുമായിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇൻ ബക്ക് കൺവേർട്ടർ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ടു ലോഡ്. സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിലൂടെയും സെയിം കറണ്ടാണ് പോകുന്നതെങ്കിൽ നമ്മളതിനെ സീരീസ് കണക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ സ്വിച്ചും ലോഡും തമ്മിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ കൺട്രോൾ പൾസസ് ഉണ്ട്. എന്തിനാണ് കൺട്രോൾ പൾസസ് യൂസ് ചെയ്യുക? കൺട്രോൾ പൾസസ് കൺട്രോൾസ് ദ ഓൺ ആൻഡ് ഓഫ് പീരീഡ് ഓഫ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററിൻ്റെ ഓൺ ആൻഡ് ഓഫ് പീരീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ പൾസസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് മോഡ്സ് ഏതൊക്കെ നോക്കാം. മോഡ്സ് ഓഫ് ബക്ക് കൺവേർട്ടർ. ദ ബക്ക് കൺവേർട്ടർ സർക്യൂട്ട് ഓപ്പറേറ്റ് ഇൻ 2 മോഡ്സ്. ഏതൊക്കെയാണ്? വെൻ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഈസ് ഓൺ, ഫസ്റ്റ് മോഡ്. സെക്കൻഡ് മോഡ് വെൻ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഈസ് ഓഫ്. സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിൻ്റെ ഓൺ ഒരു മോഡും ഓഫ് ആണ് രണ്ടാമത്തെ മോഡ്. വെൻ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഈസ് ഓൺ ഇറ്റ് കണക്ട്സ് ഇൻപുട്ട് സോഴ്സ് ടു ഔട്ട്പുട്ട് ലോഡ്. സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഓൺ പൊസിഷനിലാവുന്ന സമയത്ത് ഇൻപുട്ടിന് ലോഡുമായിട്ട് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ലോഡിനെ ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജിനെ ഔട്ട്പുട്ടിലേക്ക് സ്വിച്ച് ചെയ്യും. വെൻ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഈസ് ഓഫ് ഇറ്റ് ഡിസ്കണക്ട് ഔട്ട്പുട്ട് ലോഡ് ഫ്രം ഇൻപുട്ട് സോഴ്സ്. എന്ത് ചെയ്യും? ലോഡിൽ നിന്ന് ഇൻപുട്ടിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യും. അതായത് ദ സർക്യൂട്ട് ആക്ട്സ് ലൈക്ക് ദർ ഈസ് നോ ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് ഇല്ലാത്തതുപോലെയാണ് സർക്യൂട്ട് വർക്ക് ചെയ്യുക. Thus, a chopped voltage can be obtained from a constant DC supply voltage Vs. അതായത് നമുക്കൊരു ചോപ്പ്ഡ് വോൾട്ടേജ്, കോൺസ്റ്റൻറ്റ് ഡി സി സപ്ലൈ വോൾട്ടേജ് വി എസിൽ നിന്ന് നമുക്കൊരു ചോപ്പ്ഡ് വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ ആ ചോപ്പറിൻ്റെ ഓപ്പറേറ്റിംഗ് ടൈമിനെ നമ്മൾ ദ ടൈം ഇൻ്റർവൽ വെൻ ദ ചോപ്പർ ഈസ് ഓപ്പറേറ്റിംഗ് ഈസ് ഡിനോട്ടഡ് ബൈ ടി ഓൺ. ദ ടൈം ഇൻ്റർവൽ വെൻ ചോപ്പർ ഈസ് നോട്ട് ഓപ്പറേറ്റിംഗ് ഈസ് ഡിനോട്ടഡ് ബൈ ടി ഓഫ്. ചോപ്പർ ഓൺ ആവുന്ന സമയത്ത് നമ്മൾ ടി ഓൺ എന്നും ഓഫ് ആവുന്ന സമയത്ത് നമ്മൾ ടി ഓഫ് എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്കൊന്ന് അതിൻ്റെ ഒരു ഡയഗ്രം നോക്കാം. ഇൻപുട്ട് സോഴ്സ് വോൾട്ടേജ്, അതായത് വി എസ്, കോൺസ്റ്റൻറ്റ് ഡി സി സപ്ലൈ വോൾട്ടേജ് വി എസ് നമ്മൾ കൊടുക്കുന്നു. നമുക്ക് ഔട്ട്പുട്ടിൽ ചോപ്പ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജാണ് കിട്ടുക അല്ലേ. ഈ ചോപ്പ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജിൽ ടി ഓണും അതുപോലെ ടി ഓഫും മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്വിച്ചിങ്ങിൻ്റെ ഓൺ പീരീഡും സ്വിച്ചിങ്ങിൻ്റെ ഓഫ് പീരീഡ്, സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോഴുള്ള നമുക്ക് ടോട്ടൽ ടൈം എന്തായിരിക്കും? ടി ഓൺ പ്ലസ് ടി ഓഫ് ആണ് ടൈം, ടോട്ടൽ ടൈം പീരീഡ്. അപ്പോൾ ഇത് രണ്ട് മോഡ് ഇതാണ്, അതായത് ഒന്ന് ഓൺ പീരീഡും ഒന്ന് ഓഫ് പീരീഡും. ഓക്കെ, ഇനി റിലേഷൻ ബിറ്റ്വീൻ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് ഡ്യൂട്ടി സൈക്കിൾ. ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജും ഡ്യൂട്ടി സൈക്കിളും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഈ വി എസ് ഈസ് ഈക്വൽ ടു എന്താ? വി എസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? വി ഔട്ട് ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു വി എസ്. ഡി ഇൻറ്റു വി എസ് എന്താണ്? ഡി, ഡ്യൂട്ടി സൈക്കിൾ. ഡി ഈസ് ഈക്വൽ ടു ഡ്യൂട്ടി സൈക്കിൾ വിച്ച് ഈസ് ഈക്വൽ ടു ഓൺ പീരിയഡ് ബൈ ടോട്ടൽ ടൈം പീരിയഡ്. That is D is equal to T on by T. T on by T on plus T off. T time total time period കാണാൻ എന്താ? T ഓണും T ഓഫും കൂടെ വരുന്നതാണ് ടോട്ടൽ ടൈം പീരിയഡ്. T ഓണും T ഓഫും. T is equal to T on plus T off. ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. Then average voltage across the load can be stepped down by varying duty cycle. നമുക്ക് ലോഡിലുള്ള വോൾട്ടേജ് നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പറ്റും. ഡ്യൂട്ടി സൈക്കിൾ വാരി ചെയ്തുകൊണ്ട് നമുക്ക് ലോഡിലുള്ള വോൾട്ടേജ് നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ നോക്കാം. ഈ സ്വിച്ച് ഈസ് ഓൾവേസ് ഓഫ്. സ്വിച്ച് ഫുൾ ടൈം ഓഫ് ആണെങ്കിൽ ഡി എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ആൾസോ 0. V0 is equal to 0. If switch is always on, സ്വിച്ച് ഫുൾ ടൈം ഓൺ ആണെങ്കിൽ, ഓൾവേസ് ഓൺ ആണെങ്കിൽ എന്തായിരിക്കും? ഡി ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് എന്താണോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടിലും കിട്ടുക. ദാറ്റ് ഈസ് വി ഔട്ട് ഇസ് ഈക്വൽ ടു വി എസ്. ഇനി ഇഫ് ഡ്യൂട്ടി സൈക്കിൾ ഇസ് ഈക്വൽ ടു 50%, ഡി ഇസ് ഈക്വൽ ടു 50%, ദാറ്റ് ഈസ് 0.5. അപ്പോൾ വി ഔട്ട് എന്തായിരിക്കും? 0.5 ഇൻറ്റു വി എസ്. ഫസ്റ്റ് ഡയഗ്രത്തിൽ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്.
വി ഔട്ട് ഇസ് ഈക്വൽ ടു 0.5 VS. വൈറ്റ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിൻ്റെ 0.5 ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് മാറിയതാണ്. ഇനി ഡ്യൂട്ടി സൈക്കിൾ 75% ആണെങ്കിലോ? 75% ആണെങ്കിൽ എന്താ? വി ഔട്ട് 0.75 ഇൻറ്റു VS ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ ബക്ക് കൺവേർട്ടർ വി ഔട്ട് ഈസ് ലെസ് ദാൻ VS. VSനേക്കാൾ കുറവായിരിക്കും വി ഔട്ട് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് സർക്യൂട്ടിലേക്ക് തിരിച്ചു വരാം. അതിൻ്റെ സർക്യൂട്ട് ബക്ക് കൺവേർട്ടറിൽ നമ്മൾ പറഞ്ഞ ഹൈ സ്പീഡ് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഫ്ലൈവീൽ, ഡയോഡ് അല്ലേ? എന്താണ് ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടി? ദ പ്രോപ്പർട്ടി ഓഫ് ഇൻഡക്ടർ ഈസ് ടു റെസിസ്റ്റ് സഡൻ ചേഞ്ചസ് ഇൻ കറണ്ട്. എന്താണ് സഡൻ ചേഞ്ചസ്? പെട്ടെന്നുള്ള ചേഞ്ചസിന്, കറണ്ടിൽ വരുന്ന സഡൻ ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി എന്തിനുണ്ട്? ഇൻഡക്ടറിനുണ്ട്. അപ്പോൾ ഇൻഡക്ടർ എന്ത് ചെയ്യും? അതിലേക്ക് വരുന്ന സപ്ലൈ അതിൽ ചേഞ്ച് വരികയാണെങ്കിൽ അതിനത് റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. ഇറ്റ് സ്റ്റോർസ് എനർജി ഫ്രം കറണ്ട്. ഇറ്റ് സ്റ്റോർസ് എനർജി വെൻ കറണ്ട് ഈസ് സപ്ലൈഡ്. അതായത് അതിലേക്ക് കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഇൻഡക്ടർ എന്ത് ചെയ്യും? എനർജി സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. അതിനെ റെസിസ്റ്റ് ചെയ്യുകയും എനർജി സ്റ്റോർ ചെയ്യാനും തുടങ്ങും. മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും, എനർജി സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. ഇറ്റ് റിലീസസ് എനർജി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനിയിപ്പോൾ അതിലേക്ക് കറണ്ട് വരുന്നില്ലായിരിക്കും. കറണ്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ആവുകയും അപ്പോൾ തന്നെ എനർജി റിലീസ് ചെയ്യാൻ ശ്രമിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും അത് എനർജി റിലീസ് ചെയ്യുക. ദാറ്റ് ഈസ് ബാക്ക് EMF അല്ലേ? When input supply stops, it releases energy in the opposite direction. When input supply stops, magnetic field collapses and that is back EMF. ഇനി കപ്പാസിറ്റർ ആണെങ്കിലോ? അപ്പോൾ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യുകയും എനർജി സ്റ്റോർ ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പാൻഡ് ചെയ്ത് എനർജി സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതിലേക്കുള്ള കറണ്ട് നിൽക്കുന്ന സമയത്ത്, ഇൻഡക്ടറിലേക്ക് കറണ്ട് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത്, കറണ്ട് സീറോ ആവുന്ന സമയത്ത് അത് റിവേഴ്സ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും? എനർജീനെ റിലീസ് ചെയ്യും, ബാക്ക് EMF ആയിട്ട്. ഇനി കപ്പാസിറ്ററോ? കപ്പാസിറ്റർ റെസിസ്റ്റ് സഡൻ ചേഞ്ചസ് ഇൻ വോൾട്ടേജ്. വോൾട്ടേജിൽ വരുന്ന സഡൻ ചേഞ്ചസിനെയാണ് കപ്പാസിറ്റർ എന്ത് ചെയ്യുക? കപ്പാസിറ്റർ റെസിസ്റ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ് സ്റ്റോർ എനർജി ഇൻ ഇലക്ട്രിക് ഫീൽഡ്. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഈസ് ഒബ്റ്റെയിൻഡ് അക്രോസ് കപ്പാസിറ്റർ. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് നമുക്ക് കപ്പാസിറ്റർ അക്രോസ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കിട്ടും. കപ്പാസിറ്റർ അപ്പോൾ വോൾട്ടേജിൽ വരുന്ന ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യുകയും അവിടെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ഇലക്ട്രിക് ഫീൽഡിലാണ് കപ്പാസിറ്റർ എനർജി സ്റ്റോർ ചെയ്യുക. ഡയോഡിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? നമുക്കറിയാം, ഡയോഡ് ഫോർവേഡ് ബയാസിൽ കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബയാസിൽ കണ്ടക്ട് ചെയ്യില്ല. ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ ഡയോഡിൻ്റെ ആനോഡിൽ പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും വരികയാണെങ്കിൽ ഫോർവേഡ് ബയാസ്. ആനോഡിൽ നെഗറ്റീവും കാഥോഡിൽ പോസിറ്റീവും വരികയാണെങ്കിൽ റിവേഴ്സ് ബയാസ്. അപ്പോൾ ഫ്ലൈവീലിംഗ് ഡയോഡ് പാസസ് കറൻറ്റ് വെൻ ഫോർവേഡ് ബയാസ്ഡ്. ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട് വെൻ റിവേഴ്സ് ബയാസ്ഡ്. ഇനി ഈ കേസിൽ ട്രാൻസിസ്റ്റർ നമ്മൾ പറഞ്ഞ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നതിനെ ആര് പ്രിവെൻറ്റ് ചെയ്യും? ഇൻഡക്ടർ പ്രിവെൻറ്റ് ചെയ്യും. എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക? അത് എനർജി സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിൽ പെട്ടെന്നുണ്ടാകുന്ന ഇൻക്രീസ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻക്രീസിനെ ആര് പ്രിവെൻറ്റ് ചെയ്യും? ഇൻഡക്ടർ പ്രിവെൻറ്റ് ചെയ്യും. എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്? The switching transistor output is prevented from increasing immediately to its peak value as the inductor stores energy taken from the increasing output. ഓക്കെ, അപ്പോൾ ആ എനർജി ആണ് പിന്നീട് എന്തായിട്ട് റിലീസ് ചെയ്യുന്നത്? ആ പവർ ഇല്ലാത്ത സമയത്ത് റിലീസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം അതിൻ്റെ വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട്. ട്രാൻസിസ്റ്റർ സ്വിച്ച് ഓൺ പീരീഡ്. വെൻ ദ സ്വിച്ച് ഈസ് ഓൺ, സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബാറ്ററിയിൽ നിന്നുള്ള പവർ കറണ്ട് എവിടേക്ക് പോകും? ഇൻഡക്ടറിലേക്ക് പോകും. ഇറ്റ് ഈസ് അപ്ലൈയിങ് കറണ്ട് ടു ദ ലോഡ് വയ ദ ഇൻഡക്ടർ L. ഇൻഡക്ടർ സ്റ്റോർസ് എനർജി, ദെർഫോർ കറണ്ട് ബിൽഡ്സ് അപ്പ് ഗ്രാജുവലി. എന്ന് പറഞ്ഞാൽ എന്താ? സ്വിച്ചിലൂടെ ഇൻഡക്ടറിലേക്ക് കറണ്ട് വരികയും ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യാൻ തുടങ്ങുകയും അവിടെ കറണ്ട് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വരും. അതുപോലെ കപ്പാസിറ്റർ അതേസമയം എന്ത് ചെയ്യുന്നുണ്ട്? ചാർജ് ആവുന്നുണ്ട്. ലോഡ് ഈസ് കണക്റ്റഡ് അക്രോസ് കപ്പാസിറ്റർ. ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്ഡ് ആൻഡ് കറണ്ട് വിൽ നോട്ട് ഫ്ലോ ത്രൂ ഇറ്റ്. എന്ത് ചെയ്യില്ല? ഡയോഡ് റിവേഴ്സ് ബയാസിലായതുകൊണ്ട് കറണ്ട് വിൽ നോട്ട് ഫ്ലോ ത്രൂ ഇറ്റ്. നമുക്ക് ആ കറണ്ട് ഫ്ലോ ഒന്ന് നോക്കാം. ആദ്യം സ്വിച്ചിലൂടെ ഇൻഡക്ടറിലെത്തി. ഇൻഡക്ടറിൽ എന്ത് ചെയ്യും? ഫീൽഡ് എക്സ്പാൻഡ് ചെയ്യും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഡക്ടർ പ്ലസ്
ഇവിടെ മൈനസ് ആണല്ലേ. അപ്പോൾ ഇൻഡക്ടർ പ്ലസ് മൈനസ്, ഇൻഡക്ടറിൽ നിന്ന് കറണ്ട് കപ്പാസിറ്ററിലേക്കും പോകുന്നുണ്ട്, അതുപോലെ കറണ്ട് എവിടേക്കും പോകുന്നുണ്ട്, ലോഡിലേക്കും പോകുന്നു. അങ്ങനെ അതുവഴി കറണ്ട് ഡയോഡിലേക്ക് പോകുമോ? ഇല്ല. കാരണം എന്താ, ഡയോഡിൻ്റെ എവിടേക്ക് മൈനസ് ആണ്, പോസിറ്റീവിലേക്ക് റിവേഴ്സ് ബയാസിലാണ്. അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ പവർ സപ്ലൈയിൽ നിന്ന് സ്വിച്ച് വഴി ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യും, കപ്പാസിറ്ററും എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്, ലോഡിലേക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഇനി ഓഫ് പീരിയഡ് നോക്കാം. ഓഫ് പീരിയഡിൽ എന്താണ്, when the chopper switch off, then no current flow through it. Due to this, load does not receive any input supply. ചോപ്പർ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല അല്ലേ. സ്വിച്ച് ഓഫ്, അതായത് സ്വിച്ച് ഓപ്പൺ ആയി, സ്വിച്ച് ഓഫ് എന്ന് പറയാം. ഓഫ് പീരീഡിൽ അറിയില്ല, കറണ്ട് ഫ്ലോ എവിടേക്ക് ഉണ്ടാവില്ല, ഇൻപുട്ടിൽ നിന്ന് കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ സ്വിച്ച് ആക്ച്വലി സർക്യൂട്ട് എന്തായി, സെപ്പറേറ്റ് ഇതേപോലെ ആയി, ഫ്ലൈ വീൽ സർക്യൂട്ട് സെപ്പറേറ്റഡ് ആയ പോലെ ആയി, സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്ന പോലെ. അപ്പോൾ ഇൻഡക്ടറിൽ കൂടെ കറണ്ട് പോലെ. അപ്പോൾ ഇൻഡക്ടറിൽ കറണ്ട് ഇല്ലാതാവുന്ന നിമിഷം തൊട്ട് ഇൻഡക്ടർ എന്ത് ചെയ്യും, റിവേഴ്സ് ഡയറക്ഷനിൽ എനർജി റിലീസ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ മൈനസായി, ഇവിടെ പ്ലസ്. നേരത്തെ സ്വിച്ച് ഓൺ ആയ സമയത്ത് പ്ലസ് ഉണ്ടായിരുന്നിട്ട് മൈനസും, മൈനസിലെടുത്ത് പ്ലസ് ആയില്ലേ, അതായത് റിവേഴ്സ് ഡയറക്ഷനിലായി. അപ്പോൾ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യാം, അതാ ഇൻഡക്ടറിൽ നിന്ന് ലോഡിലേക്ക്, അതുപോലെ ഡയോഡിലേക്ക്. ഡയോഡ് ഇപ്പോൾ എന്താണ്, ഫോർവേഡ് ഡയറക്ഷൻ, പ്ലസ് ഡയോഡിൻ്റെ പ്ലസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഡയോഡിൽ നിന്ന് ഇങ്ങനെ ഇവിടെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലും കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുകയും ചെയ്യും. അതുപോലെ കപ്പാസിറ്ററിലുള്ള എനർജി നമുക്ക്, കപ്പാസിറ്റർ അക്രോസ് ആണ് ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കപ്പാസിറ്ററിലുള്ള എനർജി നമുക്ക് ഒരു സോഴ്സ് ഓഫ് കറണ്ടായിട്ട് ലോഡിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ഇൻഡക്ടറും കപ്പാസിറ്ററും കൂടെ സ്വിച്ച് ഓഫ് ആണെങ്കിൽ കൂടി ഇൻഡക്ടറും കപ്പാസിറ്ററും കൂടെ ടുഗദർ രണ്ടും കൂടെ ലോഡിലേക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, കറണ്ട് കൊടുക്കുന്നുണ്ട്. ലോഡ് വർക്ക് ചെയ്യാൻ ആവശ്യം. ലോഡ് അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, സ്വിച്ച് ഓഫ് ആണെങ്കിലും ലോഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ദ എനർജി ദാറ്റ് സ്റ്റോർഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എൽ ഈസ് റിലീസ്ഡ് ബാക്ക് ഇൻ ടു ദ സർക്യൂട്ട്. The voltage across the inductor, that is the back EMF, is now in reverse polarity to previous one. The back EMF from L causes current to flow around the circuit through the load and diode. Charge stored in capacitor also becomes source of current as load is connected across it. Thus, when transistor switch is open, the combined effect of charge stored in L and C keeps current flowing through the load. അപ്പോൾ ഞാൻ എൻ്റെ വേവ് ഫോം നോക്കാം നമുക്ക്. വോൾട്ടേജ് ആൻഡ് കറണ്ട് വേവ് ഫോം. വോൾട്ടേജിൻ്റെ വേവ് ഫോം നേരത്തെ നമ്മൾ പറഞ്ഞു, ചോപ്പ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജാണ് കിട്ടാറ്, ടി ഓൺ ടി ഓഫ് പീരിയഡിൽ. ഇവിടെ ടി ഓൺ ആവുന്ന സമയത്ത് കറണ്ട് ഇങ്ങനെ ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്ത് ഒരു അതിന് പീക്ക് വാല്യൂയിൽ എത്തുന്നുണ്ട് അല്ലേ. When transistor is on, it connects input voltage to load, current flow and is increased gradually. ലോഡിലേക്കും കറണ്ട് ഫ്ലോ ചെയ്യുകയും അത് ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി ടി ഓഫ് പീരിയഡിലോ, ടി ഓഫ് പീരിയഡിൽ എന്താ സംഭവിക്കുന്നത്, when transistor is off, it does not connect input voltage to load, but current is still flowing because inductor resists sudden change in current and is decreasing gradually. ഓഫ് പീരിയഡിൽ എന്താ, ഇൻപുട്ട് ലോഡിലേക്ക് കൊടുക്കുന്നില്ല, പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡക്ടറിൽ നിന്നുള്ള കറണ്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് കറണ്ട് അപ്പോഴും ഉണ്ട്, ഡിക്രീസിങ് ആണ്, ഗ്രാജുവൽ ഇങ്ങനെ പതുക്കെ കുറഞ്ഞ് വരികയാണ്. ഇനി ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തുന്ന സമയത്ത്, ഇതൊരു പെർട്ടിക്കുലർ ലെവൽ എത്തുന്ന സമയത്ത് ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ പെർട്ടിക്കുലർ ലെവൽ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്, at a particular level depending on output, control pulse switch on transistor and the same process continues. അതായത് ഈ പെർട്ടിക്കുലർ ലെവൽ എത്തുന്ന സമയത്ത് കൺട്രോൾ പൾസ് എന്ത് ചെയ്യും, ട്രാൻസിസ്റ്ററിനെ ഓൺ ആക്കും. അത് വീണ്ടും എന്ത് ചെയ്യും, കറണ്ട് ഇൻക്രീസ് ചെയ്യും. പിന്നെ ഓഫ് പീരിയഡിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഓഫ് എത്തും. നമ്മൾ ഔട്ട്പുട്ടിന് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, കൺട്രോൾ പൾസ് ട്രാൻസിസ്റ്ററിനെ ഓൺ ഓഫ് ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ കറണ്ടും വേരിയേഷൻ വരും. പക്ഷേ എന്താണ്, ട്രാൻസിസ്റ്ററിൻ്റെ ഓൺ പീരിയഡിലും ഓഫ് പീരിയഡിലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ദസ് ഡി സി is obtained in the output during on and off periods. ഇനി നമുക്ക് ബക്ക് കൺവെർട്ടറിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ബക്ക് കൺവെർട്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ സെൽഫ് റെഗുലേറ്റിംഗ് പവർ സപ്ലൈസ്.
Buck converter is used in SMPS circuits where the DC output voltage needs to be lower than the DC input voltage. ചില സമയങ്ങളിൽ ഇൻപുട്ട് വോൾട്ടിനേക്കാൾ കുറഞ്ഞ വോൾട്ടേജ് കിട്ടേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് SMPSലും ബക്ക് കൺവെർട്ടർ യൂസ് ചെയ്യാം. ദേ ആർ യൂസ്ഡ് ആസ് ലോ ലോസ് കറണ്ട് സോഴ്സസ് ടു ഡ്രൈവ് LED അറേസ്. അതായത് സോളിഡ് സ്റ്റേറ്റ് ലൈറ്റിംഗ് ആപ്ലിക്കേഷൻസിലെല്ലാം LED അറേസിനുള്ള ഒരു ലോ ലോസ് കറണ്ട് സോഴ്സായിട്ടും ബക്ക് കൺവെർട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ആസ് ഇൻ്റർഫേസ് ബിറ്റ്വീൻ ബാറ്ററി ആൻഡ് components in notebooks. Buck converters are used as point of load converters in സെർവറിലെ POL ആയിട്ടും ബക്ക് കൺവെർട്ടർ യൂസ് ചെയ്യാറുണ്ട്. ബക്ക് കൺവെർട്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ അഡ്വാൻസ്ഡ് ടെലികോം ആൻഡ് ഡാറ്റാകോം സിസ്റ്റംസ്. ഇനി നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആദ്യം പഠിച്ചത് ബേസിക്സ് ഓഫ് ബക്ക് കൺവെർട്ടർ അല്ലേ. ബക്ക് കൺവെർട്ടർ ഇസ് എ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ, ഇസ് എ ഫോം ഓഫ് DC to DC converter, step down chopper and transistor switches at high frequency. Basic circuit consists of transistor together with the flywheel circuit. Flywheel circuit includes inductor, capacitor and flywheel diode. Modes of operation. Two modes ഉള്ളത്. ഒന്ന് ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നത്, ദാറ്റ് ടൈം കണക്ട് സോഴ്സ് ടു ലോഡ്. രണ്ടാമത്തെ മോഡ് ട്രാൻസിസ്റ്റർ ഓഫ് ആണ്, ദാറ്റ് ടൈം ഡിസ്കണക്ട് ലോഡ് ഫ്രം സോഴ്സ്. ദെൻ നോ ഇൻപുട്ട് വോൾട്ട് ടു ലോഡ്. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ആവറേജ് ഔട്ട്പുട്ട് ആൻഡ് ഡ്യൂട്ടി സൈക്കിൾ. വി ഔട്ട് ഇസ് ഈക്വൽ ടു D into VS. വി ഔട്ട് മീൻസ് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ്, D is the duty cycle, VS is the input DC. Where duty cycle is equal to T on by T. T means total time period, that is T on plus T off. Circuit working. Functions of ഡയോഡ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഒക്കെ പറഞ്ഞു, സ്വിച്ചും പറഞ്ഞു അല്ലേ. വെൻ സ്വിച്ച് ഇസ് ഓൺ, ഇൻപുട്ട് വോൾട്ടേജ് is switched to output. Load gets DC voltage. When switch is off, back EMF become the source of current. I flows through the load in the same direction during on and off period. ഓൺ പീരീഡിലും ഓഫ് പീരീഡിലും എന്ത് ചെയ്യുന്നുണ്ട്, ലോഡിൽ കൂടെ കറണ്ട് സെയിം ഡയറക്ഷനിൽ തന്നെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് കറണ്ട് വേവ് ഫോംസ്. അല്ലെന്താ പറയുന്നത്, ഓൺ പീരീഡിൽ കറണ്ട് ഫ്ലോയിങ് ആൻഡ് ഇൻക്രീസിങ്, ഓഫ് പീരീഡിൽ കറണ്ട് ഡിക്രീസിങ് ചെയ്യുന്നു. കൺട്രോൾ പ്രോസസ്സ്, അതിനെ കൺട്രോൾ സ്വിച്ചിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞു കറണ്ടിൽ ഗ്രാജ്വലി ഡിക്രീസും അതുപോലെ ഇൻക്രീസിങ് ഒക്കെ വരുന്നത്. പിന്നെ കോൺസ്റ്റൻറ്റ് ലാസ്റ്റ് നമുക്ക് ഔട്ട്പുട്ടിൽ നിന്ന് കിട്ടും കോൺസ്റ്റൻറ്റ് DC ഇൻ ദി ഔട്ട്പുട്ട്. അപ്ലിക്കേഷൻസ് ഓഫ് ബക്ക് കൺവെർട്ടർ. ബക്ക് കൺവെർട്ടർ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതുമാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. Next lesson, buck converter using IC. Thank you.